മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആധ്യാത്മികതയുടെ നൂതന ഭാഷ്യത്തിൽ കാലൂന്നി നിൽക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ ചെറുപുഷ്പം. പുണ്യവതിയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക ജീവിതം എന്നത് ബൗദ്ധിക തലത്തിലുള്ള ഒരു എത്തിപ്പിടിക്കലല്ല, അത് ഹൃദയത്തിന്റെ ഒരു മനോഭാവമാണ്. അത് രൂപപ്പെടുത്തിയെടുത്തതാകട്ടെ സ്വന്തം ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. സ്വന്തമായ ജീവിത ദർശനവും ഉൾക്കാഴ്ചകളുമുള്ള വ്യക്തിത്വമായിരുന്നു ചെറുപുഷ്പം. ചെറുപുഷ്പ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് അത് സുവിശേഷ അധിഷ്ഠിത ആധ്യാത്മികതയാണ് എന്നതായിരുന്നു. അതിന്റെ സുവിശേഷ അടിസ്ഥാനം ശിശുക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് യേശു അരുൾ ചെയ്ത ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് എന്ന വചനമാണ്. ചെറുപുഷ്പത്തിന്റെ ഈ പ്രചോദനത്തിന്റെ മുഖ്യ ഉറവിടം പരിശുദ്ധാത്മാവായിരുന്നു. ആധ്യാത്മിക ശിശുത്വത്തിന്റെ കാതൽ ദൈവവചനത്തിലൂടെ പുണ്യവതിക്ക് പകർന്നു നൽകിയ പരിശുദ്ധാത്മാവ് യേശുവിൽ പൂർത്തിയാക്കപ്പെട്ട പിതാവായ ദൈവത്തിന്റെ കരുണാമസൃണമായ സ്നേഹം അവൾക്ക് വെളിപ്പെടുത്തി നൽകിയതും ഇതേ വചനത്തിലൂടെ തന്നെയാണ്. ചെറുപുഷ്പ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ ദർശിക്കുവാൻ സാധിക്കുന്നത് ശിശു മനോഭാവം സ്വീകരിക്കുന്നതിലെ പുണ്യവതിയുടെ ഉൾക്കാഴ്ചകളും അവബോധവുമാണ്. സ്വന്തം നിസ്സാരതയും ബലഹീനതയും തിരിച്ചറിഞ്ഞ ചെറുപുഷ്പം കർത്താവിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു. ആധ്യാത്മിക ശിശുത്വം എന്നത് സ്വന്തം കുറവുകളെ അംഗീകരിക്കുകയും നല്ലവനായ ദൈവത്തിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അത് യാതൊന്നിനെക്കുറിച്ചും ആകുലതയും വ്യഗ്രതയും ഇല്ലാതിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും സന്തോഷവും ദുഃഖവും നല്ലവനായ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. സ്വന്തമായ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്ന് കരുതുന്നതും ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് വിശ്വസിക്കുന്നതുമാണ്. എല്ലാറ്റിനും ഉപരിയായി സ്വന്തം കുറവുകളിലും വീഴ്ചകളിലും നിരാശരാകാതിരിക്കുന്നതും ശിശുക്കൾ വീഴുക സർവ്വസാധാരണമാണ് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുന്നതും ആധ്യാത്മിക ശിശുത്വത്തിന്റെ അടിസ്ഥാന മനോഭാവങ്ങളിൽ ഒന്നാണ്. ചെറുപുഷ്പ ആധ്യാത്മികതയുടെ കാതൽ എന്നത് ദൈവത്തിലുള്ള സ്നേഹ അർപ്പണമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് ചെറുപുഷ്പം തന്റെ ആത്മകഥയായ നവമാലികയിൽ എഴുതിയിരിക്കുന്നത് സ്വപിതാവിന്റെ കരങ്ങളിൽ ഭയമില്ലാതെ ഉറങ്ങുന്ന ശിശുവിന്റെ ആത്മാർപ്പണ മനോഭാവം എന്നാണ്. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ, മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലെ കൊച്ചു ത്രേസ്യ സ്വയം വിനീതയാക്കി ദൈവ തിരുക്കരങ്ങളിൽ തന്നെ സമർപ്പിച്ചു. ദൈവപിതാവിന്റെ കരങ്ങളിലെ ഭയരഹിതനായ ഒരു ശിശുവിന്റെ ഉറക്കമാണ്, ആ ഒരു മനോഭാവമാണ് ആധ്യാത്മിക ശിശുത്വത്തിന്റെ കാതലായി ചെറുപുഷ്പം കണക്കാക്കിയത്. തന്റെ ആത്മകഥയിൽ ചെറുപുഷ്പം എഴുതി, ഞാൻ നിസ്സാരയും ബലഹീനയുമായ ഒരു ശിശു മാത്രമാണ്. എന്റെ ദുർബലത തന്നെയാണ് അങ്ങയുടെ സ്നേഹത്തിന് ബലിവസ്തുവായി ആത്മാർപ്പണം ചെയ്യാൻ എനിക്ക് ധൈര്യം നൽകിയത്. ഈ ആത്മാർപ്പണ മനോഭാവമാണ് ചെറുപുഷ്പ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. ചെറുമയിലേക്കുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ആഹ്വാനം ഒരു പിടി ദൈവിക പുണ്യങ്ങൾ കൈമുതലാക്കുവാനുള്ള ഒരു ക്ഷണം കൂടെയാണ്. ജീവിത വിശുദ്ധിയിലേക്കുള്ള ഈ യാത്രയിൽ ചെറുപുഷ്പ ആധ്യാത്മികത നമുക്ക് താങ്ങും തണലും വഴിവിളക്കുമായി നിലകൊള്ളട്ടെ. ഏവർക്കും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളും. നന്ദി.